ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണ്ണ പരാജയമാണെന്ന് ബി.ജെ.പി. നേതാവ് പി.കെ. കൃഷ്ണദാസ്. തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള CPIM-ന്റെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത അവിശ്വാസികളാണെന്നും CPIM കള്ളക്കണക്ക് പറയാൻ മിടുക്കരാണ്. മുഖ്യമന്ത്രിയുടെ കത്തിനെക്കുറിച്ചും സംശയമുണ്ട്. കത്ത് വ്യാജമാണോ എന്ന് പരിശോധിക്കും. അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും SNDP-ക്കും NSS-നും സ്വന്തമായി തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. മകരമണ്ഡലവിളക്ക് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്കിന് ഇതിനേക്കാൾ ആൾക്കൂട്ടമുണ്ടാകാറുണ്ട്. ഈ പരിപാടി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. വിശ്വാസികൾ പൂർണ്ണമായിട്ടും ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ നേതാക്കന്മാരും മന്ത്രിമാരും കള്ളക്കണക്ക് പറയാൻ മിടുക്കന്മാരാണ്. ഏത് വിശ്വാസിയാണ് ഇതിൽ പങ്കെടുത്തത്? ബഹുഭൂരിപക്ഷം അവിശ്വാസികളാണ്. ഞാൻ ചോദിക്കട്ടെ, പണം വേണമെങ്കിൽ വേറെന്തൊക്കെ മാർഗമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക്? ഈ പാവപ്പെട്ട ഭക്തന്മാരുടെ വിശ്വാസികളുടെ പണം കൊണ്ട് പുട്ടടിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ ഒരു കത്ത് യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നൊക്കെ സംശയം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ ആരെയും ഈ അയ്യപ്പ സംഘം ബഹിഷ്കരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. SNDP-യെ സംബന്ധിച്ചും NSS-നെ സംബന്ധിച്ചും വിവിധ സാമുദായിക സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.